വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ചോലപ്പുറം 14-ാം വാർഡാണ്. ഈ റോഡിലൂടെ നിരവധി ആളുകൾ പോകുന്ന നിത്യേന ആശ്രയിക്കുന്ന റോഡാണ്. ആ റോഡിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ റോഡിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വിണ്ട് കീറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം പുഴയിലെ വെള്ളം അധികമായ സമയത്ത് മഴ പെയ്ത് വെള്ളം വർദ്ധിച്ച സമയത്താണ് ഇത്തരത്തിൽ റോഡിൻ്റെ അരികിടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത്. ടാറിങ്ങിൻ്റെ ഒരു അരികു വരെ എത്തി. ഇനി മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ കൂടുതൽ ഇടിയും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകളടക്കം പറയുന്നത്. ഇപ്പോൾ ഒരു മുൻകരുതലെന്നോണം ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെങ്കിൽ തൊട്ടടുത്ത ആൾ കുറച്ച് സ്ഥലം തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, കുറച്ച് താൽക്കാലികമായിട്ട്. പക്ഷേ അതിന് ഒരുപാട് നിയമ തടസ്സങ്ങൾ മാത്രമല്ല ഇവിടെ വെള്ളം കയറിയ എല്ലാ വർഷവും ഈ ഒരാഴ്ചയോളം ഈ റോഡ് ബ്ലോക്കാവും, റോഡ് തന്നെ മുങ്ങിപ്പോവും. അപ്പോൾ ആളുകൾ ഒറ്റപ്പെട്ട് ഈ കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്നതൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ പ്രശ്നം കൊണ്ട് ഒരു വെള്ളം ഇറങ്ങിയാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. കയറി കിടക്കുന്ന സമയത്ത് നടപ്പാതയായിട്ട് എല്ലാവരും നടന്നു പോകുന്നത് ഈ റോഡിലാണ്. അപ്പോൾ ഇതും കൂടെ ബ്ലോക്കായി കഴിയുമ്പം ഒരു പ്രദേശം മൊത്തത്തിൽ ബ്ലോക്കായി പോകും. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്, ഒറ്റപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുതന്നെയാണ് വെള്ളം കയറുന്ന സമയത്ത്, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെയുള്ള പ്രദേശവാസികൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ റോഡ് അടച്ചതോടുകൂടി കിലോമീറ്ററുകളോളം ചുറ്റിയാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് ഇവിടെയുള്ള ആളുകൾ എത്തുന്നത്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലെത്തി പരിശോധന നടത്തിയെന്ന് പറയുന്നു. എന്താ ഒരു പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ നാട്ടുകാർക്ക് പറയാം? പരിഹാര മാർഗം നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അറിയപ്പെടേണ്ട അധികാരികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ വന്ന് നോക്കുകയും അതിന് പരിഹാരം കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാലവർഷക്കെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരമായതിനെ കൊണ്ട് ഇപ്പോൾ പുഴയിൽ ഇത്രയും വെള്ളം പോകുന്ന സ്ഥിതിക്ക് ഒറ്റയൊന്നും ചെയ്യാൻ പറ്റില്ല. ആലോചിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യമുള്ളൂ. റോഡ് അടച്ചിടുക, അത് ഇത് ചെയ്യുക. ഇവിടുത്തെ നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഹോസ്പിറ്റല്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഞങ്ങൾ 4 കിലോമീറ്റർ ചുറ്റി അടിച്ചിട്ട് വേണം വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. വലിയ ബുദ്ധിമുട്ടല്ലേ ചേട്ടാ? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. സാഹചര്യം ഇപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അങ്ങോട്ട് കടന്നാലും പുഴ വെള്ളവും അവിടെ ഇടിയുന്നുണ്ട്, അത് അവിടെ കാണാം. അപ്പം ഇതെന്ത് സംരക്ഷണ ഭിത്തി പോലെ കെട്ടിക്കഴിഞ്ഞാൽ ശരിയാവും? സംരക്ഷണ ഭിത്തി കെട്ടുന്നത് സുരക്ഷിതമാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇത് സ്വാഭാവികമായിട്ട് ഉള്ള ഒരു പ്രകൃതി സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംരക്ഷണമായിരിക്കണം. എന്നിട്ട് റോഡ് മാറ്റിയെടുക്കലാണ് ഇതിനകത്തൊരു ശാശ്വതമായിട്ട് നമ്മൾ കാണുന്നൊരു പരിഹാരം. ഒത്തിരി ഭാഗം കെട്ടേണ്ടി വരും. അപ്പം മറ്റു ഭാഗങ്ങളും ഇടിയാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പുഴയുടെ ഒഴുക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് കബനി നദിയിലേക്ക് പോകുന്ന പോഷക നദിയായ വെണ്ണിയോട് പുഴയിലേക്കൊക്കെ പോയി ചേരുന്ന പുഴയാണ്. ആ പുഴയിൽ ഇപ്പോൾ ഒഴുക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴ കൂടുതൽ കനത്ത് പെയ്യുകയാണെങ്കിൽ വലിയ കുത്തൊഴുക്കുണ്ടാകും. ആ കുത്തൊഴുക്ക് വരികയാണെങ്കിൽ ഈ കാണുന്ന ഈ അരികു മുഴുവൻ ഇടിഞ്ഞ്, ഈ റോഡ് മുഴുവൻ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവരൊക്കെ ഇവിടെയുള്ള തൊഴിലുറപ്പ് ജോലിക്കൊക്കെ എത്തിയ ചേച്ചിമാരും ഇവിടേക്കുള്ള പരിസരത്തുള്ള ആളുകളൊക്കെയാണ്. എന്താ സ്ഥിതി ഇപ്പോൾ ചേച്ചി? നാട്ടുകാർ ഇപ്പോൾ റോഡ് ഇടിഞ്ഞതിന് ശേഷം വലിയ ബുദ്ധിമുട്ടില്ലല്ലേ? നല്ല ബുദ്ധിമുട്ട്. കാരണം ഇങ്ങോട്ട് നടക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഇവിടെ ജെർക്കിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാലും സന്ധ്യ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഇതിൽ പോകാൻ പറ്റില്ല. പക്ഷേ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം ഇതേ ഉള്ളൊരു വഴി. അപ്പോൾ ആ സൈഡിൽ വെള്ളം കയറി കഴിഞ്ഞായിരുന്നു. 2 ദിവസം മുന്നേ നല്ല വെള്ളമായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ പശു കാര്യങ്ങളും, പക്ഷെ നമുക്ക് ഇതിലെ കൊണ്ടുവരാൻ ഒരു വഴിയില്ല. കൊണ്ടുവരാൻ പറ്റിയില്ല. ഞങ്ങൾ വെള്ളം കയറിയെങ്കിലും, തൊഴുത്തിൻ്റെ അടുത്ത് വരെ വെള്ളം കയറിയെങ്കിലും ഞങ്ങൾ പശുവിനെ ഒന്നും മാറ്റിയില്ല. ജീവൻ പണയം വെച്ച് വീട്ടിൽ തന്നെ നിന്നു. ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഇടിഞ്ഞു, അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം കയറി. അപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒരു 10 വീട്ടുകാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നടുക്ക്. അവർക്ക് വേറെ വഴിയില്ല ഇങ്ങോട്ട് പോകാൻ. വല്ല അസുഖം ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് വന്നില്ല. അല്ലെങ്കിൽ വണ്ടി വരാതെ എങ്ങനെ രോഗികളെ കൊണ്ടുപോകും? എല്ലാവരും നന്നായിട്ട് സഹകരിച്ച്, ഈ പരിസരവാസികളൊക്കെ നന്നായിട്ട് സഹകരിച്ച് എപ്പോഴും വന്ന് നോക്കി പറയുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പം എന്താ ചെയ്യുക? സാമ്പത്തികം കുറവ്. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊരു പിടിയില്ല. ഞങ്ങൾക്ക് റോഡ് നന്നാക്കണം. പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ വണ്ടിയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. കുട്ടികളൊക്കെ ഉണ്ട്. ഈ വഴിയെ പോകുന്നത്. ഇത് പോകാൻ പറ്റുന്നില്ല. ഇപ്പം കുട്ടികൾ കുറേ വളഞ്ഞു ചുറ്റിയാണ് കുട്ടികൾ പോകുന്നത്. അതുകൊണ്ട് റോഡിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം. വേഗം റോഡ് വേണം, അത്യാവശ്യമാണ്. വേഗം പോകണം. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളും സാധാരണക്കാരും ഗോത്ര ഉന്നതിയിലെ ആളുകളൊക്കെ പോകുന്ന ഒരു പ്രധാന റോഡാണ്. വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ തന്നെ പ്രധാന റോഡാണ്. ആ റോഡിൻ്റെ ഒരു അരികിടിഞ്ഞതിനെ തുടർന്ന് വലിയ ഭീഷണിയിൽ തന്നെയാണ് ഈ മേഖലയിലുള്ള ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം റോഡിലെ ഗതാഗതം ശാശ്വതമായി പരിഹരിച്ച് അവർക്ക് പോകാനുള്ളൊരു വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലായി വേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.